ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു മിസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു അടയാളങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ അങ്ങനെ മിസ് ചെയ്യുന്നതിൻ്റെ അവർ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൈൻസ് എന്താണ്, മിസ് ചെയ്യുന്നു എന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു സൈൻസ്, അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 10 ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്. മൊത്തം കപ്സിന്റെ കാർഡുകളാണ് വരുന്നത്. ഓക്കെ, 8 ഓഫ് സോഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് വാൻഡ്സ്, ദ മജീഷ്യൻ കാർഡ്, കിങ് ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് വാൻഡ്സ്, 10 ഓഫ് സോഡ്സ്, 9 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇത്തരം കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 2 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം വളരെ ആഴമുള്ളതും അതുപോലെ ഒരു ഹൃദയസ്പർശിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കൺഫ്യൂഷന് അല്ലെങ്കിൽ ഫിയർ, ഈഗോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശക്തമായിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം നമുക്കിവിടെ 2 ഓഫ് കപ്സ് ഉണ്ട്, ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങളോടുള്ള ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ആ ഒരു സ്നേഹവും ആത്മബന്ധവും ഇപ്പോഴും അവർക്ക് നിങ്ങളോടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നത് മുതൽ ഈ ഒരു നിമിഷം വരെയും അവരുടെ മനസ്സിനുള്ളിൽ ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം, കെയറിങ്, ആ ഒരു ആത്മബന്ധം ഒക്കെ ഇപ്പോഴും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ടൈം ആയിട്ട് അവരുടെ കൂടെ എന്നും ഉണ്ടാകാനുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ പോലെയുള്ള ആ ഒരു ഫീലിങ്സ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നും അവരോടൊപ്പം ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, നിങ്ങളെ അവരുടെ ജീവിതത്തിൽ വളരെ ഒരു വിലപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കിവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ 7 ഓഫ് കപ്സും 8 ഓഫ് സോഡ്സ്, ഈ ഒരു 3 കാർഡുകൾ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത് അവർ കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു സ്വന്തം ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സുകൾ അവർ തന്നെ ഇഗ്നോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ തന്നെ ആ ഒരു ഫീലിങ്സുകൾ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം പിന്നെ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് അവരുടെ മനസ്സ് ബ്ലോക്ക് ആയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ മിസ് ചെയ്താലും അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ അഭിനയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവരുടെ ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളും എല്ലാം അവരിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ മൂടി വെക്കുന്നു എന്നുള്ളതാണ്. ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 8 ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ അവസ്ഥയാണ് നമുക്ക് കാണിച്ചിരുന്നത്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. അങ്ങനെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് അവരിൽ തന്നെ ചുരുങ്ങി നിൽക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് അതുപോലെ 7 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. 7 ഓഫ് കപ്സ്. അപ്പോൾ പല ചിന്തകൾ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അതുപോലെ പല ആശയക്കുഴപ്പങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ളിൽ തോന്നുന്ന ഒരു സ്നേഹം അവർക്കുണ്ട്. നിങ്ങളോട് വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം അവർക്കുണ്ട്. ആ ഒരു സ്നേഹം അവഗണിച്ച് കളയുകയാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ അവഗണിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ടല്ലായിരിക്കാം. ഇപ്പോ വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ ആയിരിക്കാം അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടി അറിയാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു നിങ്ങളുടെ സ്നേഹം മനസ്സിനുള്ളിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്നേഹത്തെ അവഗണിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ആണ്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടി ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സമ്മതിക്കാൻ തന്നെ അവർക്ക് വളരെ പേടിയാണ് എന്നാണ് നമുക്കിവിടെ ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആരെയൊക്കെ പേടിക്കേണ്ട ഒരു അവസ്ഥകളിലൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സണും നിങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഫസ്റ്റ് തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ സമീപിക്കൽ, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ സമീപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സും മജീഷ്യൻ കാർഡും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. പുതിയ സ്റ്റോറീസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരു കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോമൺ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മിസ് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു 7 ഓഫ് വാൻഡ്സിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അവര് ഒരു ഡിസ്റ്റൻസ് പാലിക്കും ശരിക്കും. എന്നിട്ട് ഒരു ഡിസ്റ്റൻസ് നിൽക്കുവാണെങ്കിൽ അങ്ങനെ നിന്ന് പോകാനായിട്ട് അവർക്ക് പറ്റില്ല. ഈഗോ കാരണം വീണ്ടും ഓപ്പൺ ആയിട്ട് വരാനായിട്ട് അവർക്ക് മടിയുമാണ്. പക്ഷെ വളരെയധികം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത് ഇവരുടെ ഒരു ഈഗോയിൽ നിന്നാണ്. അപ്പം ഇതൊക്കെ അവർക്ക് ഒരു മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കുന്നത്. അവരുടെ ഫീലിങ്സ് അവർ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ സൈലന്റ് ആയിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ ഒരു പേഴ്സൺ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് അവർ ശ്രമിക്കും. പക്ഷെ അത് നിങ്ങളോട് നേരിട്ട് ചോദിക്കില്ല. വേറെ ആളുകൾ വഴിയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ. അപ്പൊ നിങ്ങൾ അത് അറിയുന്നുമുണ്ടാകാം. അങ്ങനെ സൈലന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പുൾ ആൻഡ് പുഷ് ബിഹേവിയർ കാണിക്കും. 2 ഓഫ് കപ്സ് അതുപോലെ തന്നെ 10 ഓഫ് സോർട്സ്. ഈ 2 കാർഡുകൾ അതാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് വളരെയധികം ഒരു സ്നേഹം ഉള്ളതുപോലെ തോന്നും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഒത്തിരി സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരു വശത്ത് ആ ഒരു പഴയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഈ ഒരു പുൾ ആൻഡ് പുഷ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പഴയ വേദനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് ഡൗൺ ആയിട്ട് പോയി പേഴ്സൺ. അപ്പം ഒരു ദിവസം വളരെ ക്ലോസ് ആയിട്ട് വരും, അടുത്ത ദിവസം വീണ്ടും ഒരു ഡിസ്റ്റൻസിലേക്ക് പോകും. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് വളരെയധികം. പക്ഷെ ഇവർക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് ഒരു റിലേഷൻഷിപ്പായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ കൂടി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അവർക്ക് ചിന്തകൾ ഉണ്ടാകും. അതായത് 2 ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്. ഈ 2 കാർഡുകൾ എന്ന് പറയുമ്പോൾ അവര് നിങ്ങളെ ഫ്യൂച്ചറിൽ അവരോടൊപ്പം കാണുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു കാഷ്വൽ ഫീലിങ്സ് അല്ല, ശരിക്കും സീരിയസ് ആയിട്ടുള്ള തിങ്കിങ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങളുടെ വാല്യൂ അവരെ ബാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ 9 ഓഫ് പെന്റക്കിൾസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ട് പോകും. അപ്പോൾ നിങ്ങളും വിചാരിക്കും ഓക്കെ, ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇതിലിങ്ങനെ ഞാൻ ഇനി കടിച്ചു തൂങ്ങി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇനി മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട്
നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്ത് നിങ്ങളൊന്ന് ഹീലായി എല്ലാം ഒന്ന് ഓക്കെ ആയി നിങ്ങളൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി സെൽഫ് ലവ് ഒക്കെ കാണിക്കുന്ന ആ ഒരു സമയത്ത് അവരെ നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു മിസ്സിങ് ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരാളുകൾ വഴിയിട്ട് നിങ്ങളിലേക്ക് എത്താനും നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ തുടങ്ങുന്ന സമയങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോർട്സ്, ആ ഒരു പാസ്റ്റിലെ വേദന കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു ഹാർട്ട് ബ്രേക്ക് അവരെ ഇപ്പോഴും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആവാനായിട്ട് കുറെ സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ ഫൈനലി പറയുവാണെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺഫ്യൂഷൻസും ഫിയറും അവർക്കുണ്ട് അതേ സമയം തന്നെ. അപ്പോൾ ഈ ഒരു ഫീലിങ്സ് പുറത്തു പറയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. അവർ ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് പുറത്ത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സ് അവർ മറച്ചു പിടിക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് പല പല സയൻസും അവർ കാണിക്കും. സമയം എടുത്തിട്ട് മാത്രമാണ് അവർ അവരുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളിലേക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ടുമായിട്ട് വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ അവർ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡീപ്പ് കണക്ഷൻ ഉള്ളപ്പോൾ, ഒരാളുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ഉള്ളപ്പോൾ, ഒരാൾ നിങ്ങളെ ശക്തമായി മിസ് ചെയ്യുമ്പോൾ അതിന് ചില ഇമോഷണൽ സയൻസ് നിങ്ങളും അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടാരോട്ടിന്റെ എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരിക, അതായത് ഒന്നുമില്ലാതെ തന്നെ അവരെ കുറിച്ച് പെട്ടെന്നൊരു നിങ്ങൾ ഓൾറെഡി ഒരു പേഴ്സണെ അടുത്ത് മോണൊക്കെ ചെയ്ത് കുറെ നാളായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ ഓർമ്മ വരിക, അവരെ കുറിച്ച് പെട്ടെന്ന് ഒരു ചിന്ത വരും, പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരിക. ഇതൊരു സൂചനയാണ്, അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ രാത്രി സമയത്ത് കൂടുതലായിട്ട് ഫീലിങ്സുകൾ വരിക, പ്രത്യേകിച്ച് രാത്രി അവരെ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വളരെയധികം കൂടുതലായിരിക്കും. മനസ്സിനൊരു ഭാരം പോലെയൊക്കെ തോന്നും. ഇതൊരു ഡീപ്പ് ഇമോഷണൽ ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉള്ളപ്പോൾ മാത്രമാണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു കാരണമില്ലാത്ത വിഷമം. ചിലപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും, ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല, വളരെ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, ഒരു യാതൊരു വിധത്തിൽ പ്രശ്നങ്ങളും ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു വിഷമം വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വിഷമിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ പോലും എനിക്കറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് വിഷമിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു എന്തോ ഒരു എംറ്റി ആയതുപോലെ ഒരു ഫീലിങ്സ്, എന്തോ ഒന്ന് കുറവാണ് എന്നതുപോലെ ഒരു തോന്നൽ, അത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇത് ഒരു കുറെ നേരത്തേക്ക് അങ്ങനെ ആ ഒരു എനർജി നിൽക്കും. അപ്പൊ അത്തരത്തില് അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. പിന്നെ ഒരു പുൾ ആൻഡ് പുഷ് ഫീലിങ്സ് എപ്പോഴും ഉണ്ട്. ഒരേ സമയം സംസാരിക്കണമെന്ന് തോന്നും, പിന്നെ വേണ്ട ഓക്കെ അകലം പാലിക്കാമെന്ന് തോന്നും. ഇങ്ങനെ ഒരു പുൾ ആൻഡ് പുഷ് വരുന്നതും ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതൊരു കണക്ഷനും ഒരു കൺഫ്യൂഷനും കൂടി ഒരു എനർജി ആ ഒരു പേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പുൾ ആൻഡ് പുഷ് ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഓവർ തിങ്കിങ് ഉണ്ടാവും, ആവർത്തിച്ച് ചിന്തിക്കും, അവരിപ്പോ എന്ത് ചെയ്യുന്നു, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അവരുടെ ചിന്തകളുടെ ഒരു എനർജി നിങ്ങളിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ അത് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും നിങ്ങളും ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇൻഡ്യൂഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തോന്നലുകൾ ഉണ്ടാവുക, അവര് എന്നെ ഓർക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാകും. ഇതൊരു സ്ട്രോങ് ഇൻഡ്യൂഷൻ കണക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഓർമ്മ വരിക, വീണ്ടും വീണ്ടും പേരുകൾ റിപ്പീറ്റ് അടിച്ച് എവിടെയെങ്കിലുമൊക്കെ കാണുക. ഇതൊക്കെ ഒരു കണക്ഷൻ ആക്റ്റീവ് ആണെന്ന്, ഇപ്പോഴും ആ ഒരു കണക്ഷൻ ആക്റ്റീവ് ആണ് എന്നുള്ളതിന്റെ ഒരു സൂചനകളാണ്. അപ്പൊ പ്രധാനമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഫീലിങ്സും അവരുടെ ഒരു മിസ്സിങ് കാരണമല്ല, നിങ്ങളുടെ സ്വന്തം ഇമോഷൻസും ഇതിൽ മിക്സ് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനാൽ ഓവർ തിങ്കിങ് ഒഴിവാക്കുക, സെൽഫ് കൺട്രോൾ നിലനിർത്തുക എന്നുള്ളതാണ് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. അപ്പം അവരെ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും, പെട്ടെന്ന് ആ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ ഓൾറെഡി യാതൊരു കാരണവുമില്ല അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഓർമ്മ വരിക, അത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ കാരണമില്ലാതെ വിഷമങ്ങൾ ഉണ്ടാവുക, അതും അത് തന്നെയാണ്. അതുപോലെ പുൾ ആൻഡ് പുഷ് ബിഹേവിയർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻസ്, ഇതൊക്കെയാണ് ഒരു ലക്ഷണങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ.
അപ്പം ഇതെല്ലാം ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ ഇത് ബാലൻസ് ആക്കി കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ മറന്നിട്ടില്ല, അവർ നിങ്ങളെ ശക്തമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതിന് കുറേയേറെ കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങളാണെങ്കിലും അത് ഇവർക്കിത് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല എങ്കിലും വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു മിസ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ഒരു റൈറ്റ് ടൈമിന്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു സമയം ശരിയല്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയത്തിലൂടെയല്ല അവർ കടന്നു പോകുന്നത്. അവരുടെ സമയം ശരിയല്ല. അപ്പോൾ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ ആം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിനക്ക് വേണ്ടിയിട്ട്, ഐ ലവ് യു സോ മച്ച് എന്നുകൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ഐ പ്രോമിസസ് യു ദീസ്, ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. ഓക്കെ, ഞാൻ നിന്നോടൊരു പ്രോമിസ് തരികയാണ്, എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരും എന്നുള്ളതാണ്. ഓക്കെ, ലവ് മീ, ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. ഞാൻ എന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിന്റെ അടുത്ത് നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റൊരു കാര്യം എന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എന്ന് ഈ പേഴ്സൺ പറയാണ്. യു ലിവ് ഇൻ മൈ തോട്ട്സ്, ഇൻ മൈ പ്രേയേഴ്സ് ആൻഡ് ഇൻ എവറി ബീറ്റ്സ് ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ അവരുടെ ചിന്തകളിലും അതുപോലെ അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ അവരുടെ ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പിലും ഈ ഒരു നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, നമ്പർ 44, ആലപ്പുഴ ജില്ല, ഓറഞ്ച് കളർ, സ്പിരിച്വൽ പാത്ത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാകും. വിതിൻ 72 hours ഒരു പോസിബിലിറ്റി ആണ്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ് ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലെറ്റർ സി, 1992, നമ്പർ 33, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ, യോഗ, kindness, number 40, physical fitness, number 6, 1977, 1976, nail polish, beautiful eyes. കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ. 1978, tattoo on hand, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. white color, letter H, നമ്പർ 36, കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 31, ലെറ്റർ പി, ആക്ടിങ്, 1996, 1985, 1981, 2004 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത്, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത്, ടീച്ചർ, you can trust. okay, feels past life connection ഒക്കെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. നമ്പർ 26,
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 13. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.